ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ഒരു ദിവസം, അതിലേറെ നല്ല ഒരു പുതുവർഷം നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ. ഒരു വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 20-ാം തിരുവചനം. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. മാലാഖമാരുടെ ദർശനം കിട്ട ഇടയന്മാർ ഈശോയെ കാണുവാൻ വേണ്ടി പുൽത്തൊഴുത്തി വന്നു ഉണ്ണീശോനെ കണ്ടു. അവർ കണ്ടതെല്ലാം വിശ്വസിച്ചു. പിന്നീട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുക. 2 കാര്യങ്ങൾ എവിടെയുള്ളത്. ഒന്ന്, ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിനെ വിശ്വസിച്ചുകൊണ്ട് അവരതിന് വില കൊടുത്തു. അങ്ങനെ അവർ പുൽക്കൊട്ടി വന്നത്. ദൈവത്തിന് വില കൊടുത്തപ്പോൾ രണ്ടാമത്തെ കാര്യം, അവർ തിരിച്ചു പോയത് സന്തോഷത്തോടു കൂടിയാണ്. കാരണം ദൈവം അവരെ ഹൃദയത്തെ അഗാധമായിട്ട് സ്പർശിച്ചു. കാരണം ദൈവത്തിന് വില കൊടുത്ത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വന്നവരാണ്. ഇതൊരു പുതുവർഷ. ദൈവത്തിൻ്റെ വാക്കിന് നീ വില കൊടുത്താൽ നീ ദൈവത്തെ ദർശിക്കും. സന്തോഷത്തോടു കൂടി ഈ വർഷം നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. വില കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകം കൊണ്ട് നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ വർഷം ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു വർഷമായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ